പ്രിയപ്പെട്ട കുട്ടികളെ, ടെക്നിക്കൽ ഹൈസ്കൂളിലെ ഓൺലൈൻ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ NSQF ലെവൽ 2 സോളാർ എനർജി ട്രേഡിനെ കുറിച്ചാണ്. ഇതിൽ ഈ വർഷം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 6 അധ്യായങ്ങളാണ്. 1ാം അധ്യായത്തിൽ സോളാർ വാട്ടർ ഹീറ്ററിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ പ്രത്യേകതയും അതിൻ്റെ ഘടനയും അതിൻ്റെ ക്ലാസിഫിക്കേഷനുമാണ് ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം. ഇപ്പം വാട്ടർ ഹീറ്റിങ്ങിന് പല സംവിധാനങ്ങളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ സാധാരണ വീട്ടിൽ അടുപ്പിൽ നമ്മൾ വിറക് കത്തിച്ച് നമ്മൾ വെള്ളം ചൂടാക്കുന്നു. വിറകിലെ ഇന്ധനം കത്തി ആ ചൂട്, ആ താപോർജ്ജമാണ് ആ വെള്ളത്തിന് കിട്ടുന്നത്. അതുപോലെ മറ്റ് ഗ്യാസും മറ്റ് ഫ്യൂവൽസും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചും നമ്മൾ വെള്ളത്തെ ചൂടാക്കാറുണ്ട്. ഇവിടുത്തെ സോളാറാണ്, നമ്മൾ സൂര്യപ്രകാശമാണ്, സൂര്യനിൽ നിന്ന് വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഉപയോഗിച്ചുള്ള വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇതാണ് ഒരു സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഈ ചാപ്റ്ററിന് ആദ്യത്തിൽ തന്നെ ഒരു പ്രമുഖനായ ഒരു ശാസ്ത്രജ്ഞൻ്റെ ഒരു വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഐ തിങ്ക് വി ഹാവ് എ ഗുഡ് ചാൻസ് ഓഫ് സർവൈവിങ് ലോങ് ഇനഫ് ടു കോളനൈസ് ദി സോളാർ സിസ്റ്റം. അതായത് ഒരു സോളാർ സിസ്റ്റത്തെ കോളനിവൽക്കരിക്കാൻ നമുക്ക് ഇതുവരെ അധികം കാലമൊന്നും വെയിറ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പം നമ്മളിവിടെ ഭൂമിയിൽ നിന്ന് നമ്മൾ സാധാരണ മറ്റ് രാജ്യങ്ങളൊക്കെ നമ്മൾ പണ്ട് കോളനികളാക്കിയൊക്കെ ഭരിച്ചിരുന്നത്. ഇനി നമ്മൾ സോളാർ സിസ്റ്റത്തെ തന്നെ ഭൂമിക്ക് പുറത്തുള്ള വാസസ്ഥലത്തെക്കുറിച്ചാണ്. ഇപ്പം ചൊവ്വയിലാണെങ്കിലും മറ്റ് IS പോലെയുള്ള സ്പേസ് സ്റ്റേഷനുകളിലാണെങ്കിലും ഈ ശൂന്യാകാശവും മറ്റ് സോളാറിന് സൂര്യൻ ചുറ്റുഭാഗത്തുള്ള ഈ സിസ്റ്റത്തെ മറ്റ് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളെയൊക്കെ നമുക്ക് കോളനൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അദ്ദേഹം ഒരു പ്രമുഖനായ ഒരു ഫിസിസിസ്റ്റായിരുന്നു. ഈ ഫിസിക്സിൽ ഒരുപാട് കണ്ടെത്തലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയൊരു വ്യക്തിയാണ്. ഒരുപാട് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി വന്നിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ്. അതുപോലെ തന്നെ കോസ്മിക് റേസ്, അതേപോലെ പ്രകാശത്തിൻ്റെയൊക്കെ ഒരുപാട് പ്രത്യേകതകളും അതിൻ്റെ ഊർജവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പ്രബന്ധങ്ങൾ, നിരീക്ഷണവും, അത് ലോകത്തിൻ്റെ തന്നെ ഫിസിക്സിലെ ഈ പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സിദ്ധാന്തങ്ങൾ, അതേപോലെ ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ വളരെയധികം ഈ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചർച്ചയുണ്ട്. വരും കാലങ്ങളിൽ നിങ്ങൾ അതൊക്കെ പഠിക്കും. അതുപോലെ അധിക വായനയ്ക്ക് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും, അദ്ദേഹം വീൽ ചെയറിലായിരുന്നു ഒരുപാട് കാലം ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ ഈ പ്രകാശത്തെക്കുറിച്ചുള്ള സോളാർ എനർജിയെക്കുറിച്ചുള്ള വരും ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പഠിക്കാം. ഇവിടെ നമ്മളിത് പറയാൻ കാരണം നമുക്ക് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് സോളാർ സിസ്റ്റത്തെ നമ്മൾ ഭാവിയിൽ കോളനിയാക്കി ഭൂമിക്ക് പുറത്ത് നമുക്ക് ജീവിക്കാൻ അവസരം ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അപ്പോൾ ആ സോളാർ എനർജി ആയിട്ട് ബന്ധപ്പെട്ട ഒരു പഠനമായതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മളിവിടെ സ്മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു വാചകം, വലിയൊരു ഉൾക്കാഴ്ച തരുന്ന ആ വാചകം നമ്മൾ കണ്ടുകൊണ്ടാണ് നമ്മൾ അത് പഠിച്ചുകൊണ്ടാണ് നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് ഈ സോളാർ സിസ്റ്റം അല്ലെങ്കിൽ സോളാർ എനർജിയെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നത്. അപ്പോൾ സോളാർ എനർജിയെക്കുറിച്ച് നിങ്ങൾ കുറേ കാര്യങ്ങൾ അറിയാം. നമുക്ക് ഭൂമിയിൽ നമുക്ക് ഇതില്ലാതെ, സൂര്യപ്രകാശം ഇല്ലാതെ, സൂര്യനില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതതിൻ്റെ സർവീസ് നിർത്തി വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ ജീവജാലങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ സസ്യങ്ങൾക്കും വേണം, ജീവജാലങ്ങൾക്കെല്ലാം സസ്യമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ മനുഷ്യന്. അപ്പം സൂര്യൻ അതിൻ്റെ സർവീസ് നിർത്തി വെച്ചാൽ ഭൂമിയിൽ ജീവജാലങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഈ സൂര്യനിൽ നിന്ന് ഈ ഊർജം ഭൂമിയിലെത്തുന്നത്
ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വഴിയാണ്. ഇതിനാണ് നമ്മളൊരു പുതിയ വേർഡ് ഇൻസോലേഷൻ. ഇൻസോലേഷൻ ഈസ് ദി എമൗണ്ട് ഓഫ് സൺസ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ദാറ്റ് ഫാൾസ് ഓൺ എനി ഒബ്ജക്റ്റ്. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ വീഴുന്ന ടോട്ടലായിട്ടുള്ള ഈ ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയെ പറയുന്നതാണ് ഇൻസോലേഷൻ. ഇതിൽ ഈ സോളാർ എനർജിയിൽ കുറച്ചെല്ലാം നമ്മൾ അറ്റ്മോസ്ഫിയറിൽ ഉള്ള ക്ലൗഡ്, സ്മോക്ക്, ഡസ്റ്റ് ഒക്കെ അതിലൊക്കെ പാർട്ടിക്കിളിലൊക്കെ ടച്ച് ചെയ്തിട്ടാണ് വരുന്നത്. ചിലതൊക്കെ ഈ ഡസ്റ്റും ഈ അറ്റ്മോസ്ഫിയറിലെ ക്ലൗഡ് അതെല്ലാം കുറച്ച് ഇൻസോലേഷനെ റിഫ്ലക്റ്റ് ചെയ്തു സ്പേസിലേക്ക് തന്നെ അങ്ങ് തിരിച്ചു വിടും, ഇവിടേക്ക് എത്താതെ. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഊർജം ഇവിടേക്ക് എത്തുന്നില്ല. അപ്പോൾ ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ്, സൂര്യനിൽ നിന്ന് വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ്. അതിൻ്റെ ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ ഇൻസോലേഷൻ എന്ന ഒരു പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇതാണ് സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റത്തിൽ ഇൻസോലേഷൻ എന്നൊരു പദത്തിൻ്റെ ഒരു മീനിങ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിലേക്ക് ഇത് കിടക്കാം. ഇപ്പോൾ സൂര്യപ്രകാശം പ്ലാന്റുകളിൽ, മറ്റ് ഭൂമിയിലുള്ള ടെറസ്ട്രിയൽ എല്ലാ ഒബ്ജക്ട്സിലും, വാട്ടർ ബോഡീസ്, ആനിമൽസിൽ എല്ലാം എത്തുന്നുണ്ട്. ഒരു നിശ്ചിത എമൗണ്ട് അത് അബ്സോർബ് ചെയ്യുന്നു, കുറച്ച് എമൗണ്ട് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു, കുറച്ച് എമൗണ്ട് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓരോ ഒബ്ജക്റ്റും ആ ഒബ്ജക്റ്റിൻ്റെ പ്രത്യേകത അനുസരിച്ച് കൂടുതലായി അബ്സോർബ് ചെയ്യും, ചിലത് വളരെ കുറച്ച് അബ്സോർബ് ചെയ്യും, ബാക്കി കുറേ ഭാഗം അതിനെ റിഫ്ലക്റ്റ് ചെയ്യും. ചില പദാർത്ഥങ്ങൾ നിങ്ങൾക്ക് കാണാം, ചില നമ്മളെ കാറിലൊക്കെ ഒട്ടിക്കുന്ന സൺഫിലിമൊക്കെ അത് പൂർണ്ണമായിട്ടും കൂടുതൽ എമൗണ്ട് അത് റിഫ്ലക്റ്റ് ചെയ്യും. ചില ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ അത് കൂടുതലും അതിനെ പെനിട്രേറ്റ് ചെയ്ത് അതിൽ കൂടെ കടത്തി വിടും, ഒരു നിശ്ചിത എമൗണ്ട് അതിനെ കടത്തി വിടും. എന്നിട്ട് അതിൽ ഉള്ളിൽ ഭാഗത്തുള്ള തട്ടുന്ന ആ ഭാഗത്തായിരിക്കും അത് ചില ഭാഗങ്ങൾ അതിനെ അബ്സോർബ് ചെയ്യും. അപ്പം ഓരോ പദാർത്ഥത്തിനനുസരിച്ച് അത് കുറച്ച് എമൗണ്ട് അത് അബ്സോർബ് ചെയ്യും, നിശ്ചിത എമൗണ്ട് അത് പെനിട്രേറ്റ് ചെയ്യും, ഒരു നിശ്ചിത എമൗണ്ട് അത് റിഫ്ലക്റ്റ് ചെയ്യും. ചില പദാർത്ഥങ്ങൾ 90% റിഫ്ലക്റ്റ് ചെയ്യുന്നവയുണ്ട്, മറ്റ് ചില പദാർത്ഥങ്ങൾ 90% അബ്സോർബ് ചെയ്യുന്നവയുണ്ട്. ഇവിടെ നമ്മൾ കൂടുതൽ അബ്സോർബ് ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് നമ്മൾ ഈ സോളാർ എനർജിയെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മൾ സോളാർ എനർജിയെ കെണിയിൽ കൊടുക്കുക എന്നാണ് നമ്മൾ പറയാം. അതിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശം. അപ്പോൾ ഈ മാറ്റ് ഫിനിഷ് ഡാർക്കായിട്ടുള്ള മെറ്റീരിയലാണ് കൂടുതലായിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സോളാർ എനർജിയെ ട്രാപ്പ് ചെയ്യാണ് നമ്മൾ ആക്ച്വലി ഈ സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റത്തിൽ നടക്കുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു ഫസ്റ്റിൽ ആദ്യമായിട്ട് കമേഴ്ഷ്യലായിട്ടുള്ള വാട്ടർ ഹീറ്റർ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിന് പേറ്റൻ്റ് എടുത്തത് ക്ലാരൻസ് കെമ്പ് എന്നുള്ള ഒരു ബാൾട്ടിമോണിക്കാരൻ US-ലുള്ള 1981 ചെയ്തു. മറ്റൊന്ന് വില്യം ബേലി 1909. അത് ഈ രംഗത്തുണ്ടായിരുന്ന ഒരു റെവല്യൂഷനായിരുന്നു, ഒരു വിപ്ലവമായിരുന്നു അത്. അതായത് ഫസ്റ്റ് ഈ 1909 ഉണ്ടായിരുന്ന ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറായിരുന്നു. അതിൻ്റെ ഒരു അന്നത്തെ ഒരു ചിത്രവും അതിൻ്റെ ഒരു ഡീറ്റെയിൽസുമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ വാട്ടർ ഹീറ്റർ, സോളാർ വാട്ടർ ഹീറ്ററിൽ ഒന്ന് 1991-ലും 1891-ലും 1909-ലും ആയിരുന്നു. ഇനി നമുക്ക് ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു വാട്ടർ ഹീറ്റർ, സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഘടന പല ഡിസൈൻസിലും ഇത് അവൈലബിൾ ആണ്. അത് നമ്മളെ റെസിഡൻഷ്യലാണോ, കമേഴ്ഷ്യലാണോ, ഇൻഡസ്ട്രിയൽ പർപ്പസ് ആണെങ്കിലോ അതിനനുസരിച്ച് പല രീതിയിലുള്ള ഡിസൈനിലും ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സൂര്യപ്രകാശം ഈ കളക്ടറിൽ, ഇതാണ് ഇത്രയും ഭാഗമാണ് ഈ ഇവാക്യുവേറ്റഡ് ട്യൂബ്സ് ആണിത്. ഇവിടെയാണ് ഇത് കളക്ട് ചെയ്യുന്നത്, ഇവിടെ നിന്നാണ് ഇതിനെ അബ്സോർബ് ചെയ്യുന്നത്, ഇവിടെയാണ് ഇതിനെ ട്രാപ്പ് ചെയ്യാൻ ആദ്യമായിട്ട്, ഇവിടെയാണ് ഇതിന് നമ്മൾ കളക്ടർ എന്നുള്ളൊരു ഭാഗം. പിന്നെ ഇതൊരു സ്റ്റോറേജ് ടാങ്കാണ്. അപ്പോൾ ഇവിടുന്ന് ഹീറ്റ് എനർജി അല്ലെങ്കിൽ സോളാർ റേഡിയേഷൻ സ്വീകരിച്ച് ചൂടായ വെള്ളം സ്റ്റോക്ക് ചെയ്യാനും അതിൽ ഇൻകമ്മിങ് വരാനുമുള്ള ഒരു സ്റ്റോറേജ് ടാങ്കാണിത്. ഇതിലേക്ക് കൊടുക്കാനുള്ള നമ്മളൊരു വാട്ടർ ടാങ്ക്, ഈ സാധാ വെള്ളം നമ്മൾ ഇവിടുന്ന് ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നു. ഇവിടുന്ന് ഇതിൽ കൂടെ കടന്നു പോയിട്ട് ഇത് ചൂടായതിനു ശേഷം ഈ ടാങ്ക് വഴി ഈ ഔട്ടർ ഹോട്ട് വാട്ടറായിട്ട് പുറത്തേക്ക് പോകുന്നു. കൂടാതെ ഒരു എയർ വെൻറ്റും ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ എന്തെങ്കിലും ഗ്യാസ് എല്ലാം ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എസ്കേപ്പ് ചെയ്യാൻ വാട്ടർ ഫ്ലോ നല്ല സ്മൂത്ത് ആവാൻ വേണ്ടി ഒരു എയർ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഭാഗങ്ങൾ. ഈ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്നുള്ള ഒന്നുകൂടി നമ്മൾ മറ്റൊരു ഡയഗ്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കാം. ഇതിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ കിട്ടും. ഇതാണ് സോളാർ എനർജി, ഇതാണ് സോളാർ കളക്ടർ. നമ്മൾ നേരത്തെ അവിടെ ഈ ചിത്രത്തിൽ
കാണിച്ച ഈ ഒരു ഭാഗമാണിത്. ഈ വാക്കറ്റ് ട്യൂബ് ഇവിടെയാണ് ഇതിന് ഹീറ്റ് സ്വീകരിക്കുന്നത്. ആ കളക്ടർ തന്നെയാണ് ഇതിലൂടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ സോളാർ എനർജി ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇവിടെ തട്ടുന്നു, ഇത് ഇവിടെ ട്രാപ്പ് ചെയ്യപ്പെടുന്നു. ഈ ഊർജ്ജത്തെ ഇതിന് പുറത്ത് കടക്കാൻ പറ്റാത്ത രീതിയിൽ ഹീറ്റിന് ഇതിനകത്തേക്കുള്ള പാസ് ചെയ്യുന്ന വെള്ളത്തിന് കിട്ടുന്നു. ആ വെള്ളം ചൂടായവ ഇങ്ങനെ വരുന്നു. കോൾഡ് വാട്ടർ റിട്ടേൺ തിരിച്ചു വരുന്നു. ഇതൊരു തെർമോസൈഫൺ പ്രിൻസിപ്പിൾ വഴിയാണ് നടക്കുന്നത്. അതായത് ഒന്നുമില്ല, മറ്റൊരു പമ്പിങ് സംവിധാനങ്ങളൊന്നുമില്ല. ചൂടായ വെള്ളം മേലേക്ക് അങ്ങനെ പോകുന്നു, തണുത്തത് താഴെ നിൽക്കുന്നു. നമുക്കറിയാം ചൂടുള്ള വായു എപ്പോഴും മേലോട്ട് പോകുന്നു, അതേപോലെ തന്നെ വെള്ളം അതുപോലെ തന്നെ. ഇതിൻ്റെ ഒരു റേഡിയേഷൻ വരുമ്പോൾ ഇത് കിട്ടിയതിന് ആ ഹീറ്റ് കിട്ടുന്നതനുസരിച്ച് അവിടെ എന്ത് ചെയ്യുന്നു, സാധാരണ രീതി നമുക്കറിയാം കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, ഈ 3 പ്രിൻസിപ്പിൾ വഴിയാണ് താപപ്രേഷണം നടത്തുന്നത്. ഇവിടെ ഇത് കൺവെക്ഷനാണ് നടക്കുന്നത്, സംവഹനം. അപ്പോൾ ഇവിടെ ഈ ഒരു കൺവെക്ഷൻ മുഖേന ഈ ചൂടുള്ള തട്ടുന്ന ജലകണികൾ മുകളിലേക്ക് പോകും. അപ്പോൾ അവിടേക്ക് തണുത്ത വെള്ളം വരും. അപ്പോൾ അതിന് വീണ്ടും ചൂട് കിട്ടുമ്പോൾ ചൂട് കിട്ടുന്ന കണികളെല്ലാം മേലേക്ക് പോയിക്കൊണ്ടിരിക്കും. ആ ഒരു പ്രിൻസിപ്പിളാണ്. അതിനാണ് നമ്മൾ തെർമോസൈഫൺ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ചൂടുള്ളത് കൺവെക്ഷൻ മൂലം മേലേക്ക് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ ഒരു തെർമോസൈഫൺ ടൈപ്പുള്ളതിൻ്റെ പ്രിൻസിപ്പിൾ. ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്, ഒരു സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കമ്പോണൻസിൽ ഒന്നാമത്തേത് സോളാർ കളക്ടറാണ്. ഈ സോളാർ റേഡിയേഷൻസ് കളക്ട് ചെയ്യുന്ന ഒരു ഭാഗം. പ്രധാനമായിട്ടും ഈ ഭാഗമാണ് സോളാർ കളക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോളാർ റേഡിയേഷൻ ഇതിൽ തട്ടി, ഇതാണ് നമ്മളെ ചൂടുള്ള വെള്ളത്തെ ചൂടാക്കാൻ വേണ്ടി ഈ ഇലക്ട്രോ മാഗ്നറ്റിക്സിനെ കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്യുന്നത്. ഇത് ഈ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ ആവാം, ചിലപ്പോൾ ഇവാക്യുവേറ്റഡ് ട്യൂബ് ആവാം. 2 ടൈപ്പിലും സാധാരണഗതിയിൽ ഇത് ഉണ്ടാവാറുണ്ട്. ഈ ഒരു ഭാഗമാണ് സോളാർ കളക്ടർ. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. രണ്ടാമത് വേറൊന്ന് ഹോട്ട് വാട്ടർ സ്റ്റോറേജ് ടാങ്ക്. ഒരു സ്റ്റോറേജ് ടാങ്ക് ഇതിന് മസ്റ്റായിട്ട് വേണം. ഇൻകമ്മിങ് വെള്ളം ഇതുവഴിയാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. അതുപോലെ ചൂടായ വെള്ളത്തെ സ്റ്റോക്ക് ചെയ്യും വേണം. ഇപ്പോൾ സൂര്യപ്രകാശം എല്ലാ സമയത്തും ഉണ്ടായിക്കോണമെന്നില്ല. അപ്പോൾ ആ സമയത്ത് ചൂടായ വെള്ളത്തെ അതവിടെ സ്റ്റോർ ആകണം. അപ്പോൾ സാധാ ടാങ്ക് പോരാ, ചൂടുവെള്ളം സ്റ്റോർ ചെയ്യാൻ പ്രത്യേക ഇൻസുലേഷനുള്ള, താപത്തെ കടത്തിവിടാതെ തെർമൽ ഇൻസുലേഷൻ ചെയ്തിട്ടുള്ള പ്രത്യേക തരം ടാങ്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കോട്ടിങ്ങൊക്കെ ഉള്ളിൽ കൊടുത്തിട്ട് ആ താപം അത് പുറത്തേക്ക് കടത്തിവിടാത്ത രീതിയിലുള്ള ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ടാങ്ക് ആയിരിക്കും ഉള്ളത്. അപ്പം രണ്ടാമത്തെ ഒരു ഭാഗം സ്റ്റോറേജ് ടാങ്ക് ഹോട്ട് വാട്ടർ. പിന്നുള്ളത് ഒന്ന് പൈപ്പിംഗ്, ഇൻലെറ്റ് വാട്ടർ കൊടുക്കാനുള്ള, അതിലേക്ക് വരാനുള്ള പൈപ്പിംഗ്, ഹോട്ട് വാട്ടർ ഔട്ടിലേക്കുള്ള പൈപ്പിംഗ്. പിന്നെ ഒന്നുള്ളത് ഇൻലെറ്റ് വാട്ടർ റെഗുലേറ്റിംഗ് മെക്കാനിസം. എന്താണെന്ന് വെച്ചാൽ ഈ ഇൻലെറ്റ് വാട്ടർ ചിലപ്പോൾ ഫ്ലോട്ട് വാൽവ് വഴിയാവാം, അല്ലെങ്കിൽ ഈ ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ സെൻസർ വെച്ച് കൺട്രോൾ ചെയ്യുന്ന ടൈപ്പ് ഉണ്ടാവാം. വലിയ അഡ്വാൻസ്ഡ് സിസ്റ്റത്തിലൊക്കെ, വലിയ പ്ലാന്റുകളിലൊക്കെ അത്തരത്തിൽ നമ്മൾ ടെമ്പറേച്ചർ അനുസരിച്ച് അതിനെ കടത്തി വിടുന്ന ഒരു രീതിയിലേക്ക്. പിന്നെ അടുത്ത ഒന്നാണ് പ്രൊവിഷൻ ഓഫ് വെൻറ്റ്. ഈ ഹോട്ട് വാട്ടർ ലൈനിൽ നമ്മളൊരു വെൻറ്റ് പിടിപ്പിക്കും. അപ്പം നമ്മളെ വീട്ടിലെ വെള്ളത്തിന് ടാങ്കിനും നമ്മളൊരു എയർ വെൻറ്റ് കൊടുക്കാറുണ്ട്. അത് ഉള്ളിൽ എന്തെങ്കിലും ഗ്യാസ് ട്രാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എസ്കേപ്പ് ചെയ്ത് പോകാൻ വേണ്ടി, വെള്ളത്തിൻ്റെ ഫ്ലോ സ്മൂത്താക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും ഭാഗങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തെ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗം സോളാർ കളക്ടർ, രണ്ടാമത്തെ ഒന്ന് ടാങ്ക്, പിന്നെ പൈപ്പിംഗ് മെക്കാനിസം, പിന്നെ ഇല്ലറ്റ് വാട്ടർ റെഗുലേറ്റിംഗ്, ചിലപ്പോൾ ഫ്ലോട്ട് വാൽവ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇലക്ട്രോണിക് കൺട്രോൾ വലിയ സിസ്റ്റങ്ങളിലൊക്കെയാണ് പൊതുവെ അത് കൊടുക്കാറുള്ളത്. പിന്നെ ഒരു വെൻറ്റും, ഒരു സേഫ്റ്റി എന്നുള്ള നിലക്ക് കൊടുക്കുന്നതാണ് വെൻറ്റ്. വെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എയർ ഹോൾ പോലെ കൊടുത്തു വെക്കുന്നതാണ്. ഇത്രയാണ് ഇതിൻ്റെ ഒരു സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇനി ഇതിൻ്റെ ഒരു വർക്കിംഗ് നമുക്ക് ചെറിയൊരു വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് ചെയ്തു നോക്കാം. എങ്ങനെയാണ് ഇത് ഒരു സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്നുള്ള ഒരു ആനിമേഷൻ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം.
ഒരു യൂട്യൂബ് വീഡിയോ കണ്ടു നോക്കാം. Hello friends, welcome back to my new lecture. Today we are going to see the information related to solar water heater. This is simple kind of solar water heater which is most widely used at our home. Let us see its construction and working. So construction, there are two major parts in this particular solar water heater. First part is called as solar collector, next part is called as water tank. And this solar collector and water tank, they are connected with each other by using various pipelines. Let's see what is solar collector. This is solar collector which is faced towards sun. So if sun rays are coming like this, it's necessary the face of solar collector should be towards sun. In the solar collector we are having a number of tubes which are circulated here, and above this particular tube what we are having is transparent glass. This tube has an inlet pipeline which is coming from a bottom like this, and it has an exit pipeline from this. The exit pipeline is going to the water tank. At the same time, inlet pipeline is coming from water tank. This solar collector will collect heat from the sun. This is first part, solar collector. Next part is called as water tank. Basically water tank has a 4 pipe connection. First pipe connection is this one which is coming from a solar collector like this. Second pipeline is going towards a collector. These are two connected to the solar collector, whereas these two are coming from an outside. The cold water will be coming inside to water tank with this particular pipeline, whereas the hot water will be taken from this. So whatever the objective of this solar water heater is there, to get a hot water. So hot water will be available through this particular pipeline. The green color shows an insulation which is provided on the water tank. Insulation will avoid a loss of heat to the atmosphere. Okay, now this was about the construction. Now let's go for a working. For the working, when the sun rays are coming from a sun, this animation is shown. Sun rays are coming from sun and it is falling on the tubes. So inside the tube what we are having is the water. So water will get heated because of the heat coming from a sun. Here we have shown that the blue color will show the cold water, whereas the orange color will show a hot water. You will see that on the upper part we are having a heated water, whereas lower part we are having a cold water which is coming from the water tank. Now once water will get heated because of the sun's heat, this water will become lighter. Why it will become lighter? Because its density will get reduced, and as the density get reduced, the water become lighter and it will try to move on upward side direction. So here what we have done is water tank provided on a higher height, whereas the collector is provided on a lower height. So if water gets heated in the solar collector, it becomes lighter and it will try to move on upward side through this particular pipeline. That pipeline we have written name here as a hot water. So we can see here that the movement of water will be like this. As becomes lighter, it will be moving like this and it will be deposited in the water tank. So upper part of this particular tank will be occupied by hot water and lower part will be occupied by the cold water which is coming from outside pipeline. Generally the cold water has a higher density, whereas hot water is having less density, and that's why hot water is on the upper side. So as a hot water is entering on this side, the volume of this water tank is constant, so some water has to be taken outside. So that water is nothing but a cold water. The cold water will be going like this and it will be entering into the solar collector. So cold water is moving like this and hot water is moving upward side. So this total movement of water is because of the density difference. As the density of hot water is less, it is moving up. As the density of cold water is more, it is moving downside. So because of density difference, the water is moving. So we have not provided any external device like pump or any other devices. This such kind of solar water heater is called as thermosiphon solar water heater. Thermosiphon means what? Because of temperature the water is moving, and that's why it is called a thermosiphon solar water heater system. So this is cycle completed, water is coming from this and again water is going to the collector. On this side we can take out a hot water from this one. So for the application like bathing etc, we can take a hot water from this, and if water is going outside, the cold water is also coming inside from this one. So cold water will enter here and hot water will going outside. The cold water which has entered here, that will go to the solar collector like this, and from solar collector hot water will be coming here and that hot water will be going out. This is what cycle and the working of thermosiphon solar water heater system. Sometime this circulation of water rate is not sufficient. At that time we have to provide a pump, like I will fit a pump here.
So if I provided a pump here, then what will happen? The pump will suck the water from this side and it will supply the water on this one. So pump will increase the rate of circulation of water, and that's why we can have more flow of the water and more flow of the water at the outlet of this particular water tank. Okay, so if pump is provided, then it's called as active solar water heater, and if pump is not provided, so without pump if it is working, then it is called as thermosiphon water heater system. Thank you very much for listening. അപ്പോൾ ആ വീഡിയോ കണ്ടതോടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചും ഈ സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും വ്യക്തമായൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ അവസാന ഭാഗത്ത് 2 ടൈപ്പ് ഒരു പമ്പ് ഉപയോഗിച്ചും അല്ലാതെ തെർമോസൈഫണിലുള്ള 2 ആക്റ്റീവ് ആൻഡ് പാസീവ് ടൈപ്പിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് നിർത്താം. ഓക്കെ, താങ്ക് യു.